കേരളം ഒരു പൊതുതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഏതാനും ആഴ്ചകൾക്ക് ശേഷം എന്ന് പറയാം. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഏതാണ്ട് 19 ലക്ഷം വോട്ടർമാരെ സംബന്ധിച്ച അവ്യക്തത നിലനിർത്തുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായി. കേന്ദ്ര സുപ്രീം കോടതിയുടെ തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെയും RSSന്റെ ഒരു കുടുംബമാക്കി അധപ്പതിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇലക്ഷൻ പ്രക്രിയ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അട്ടിമറിച്ചത് എന്ന് നമ്മൾ കണ്ടു. അതേ രീതിയിൽ കേരളത്തിലും ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. സാധാരണഗതിയിൽ വോട്ടർമാരാണ് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുക. പക്ഷേ SIR എന്ന് പറയുന്നത് ഭരണാധികാരികൾ വോട്ടർമാരെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ്. അതിനെതിരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ, ക്യാമ്പയിനുകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് പ്രധാനപ്പെട്ട 3 വിഷയങ്ങളിൽ നിന്നുകൊണ്ടുള്ള LDFന്റെ ഈ പ്രചരണ ജാഥ മുന്നോട്ട് പോകുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിന്റെ സങ്കീർണമായ പുതിയ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ ഏറെ നേരം നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിന്റെ മുൻപിൽ, ജനങ്ങളുടെ മുൻപിൽ ഇത്രയേറെ താണുപോയ ഒരു സന്ദർഭം സമീപകാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ നേരത്തെ അംഗമായിരുന്ന ആളുടെയും പേരിൽ അമേരിക്കയിൽ നിന്ന് ലൈംഗിക ആരോപണത്തിന്റെ പോലും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ ആകെ ഞെട്ടിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. അതേസമയം അമേരിക്കയുമായി ഉണ്ടാക്കാൻ പോകുന്ന ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഒപ്പിടാൻ പോകുന്ന വ്യാപാര കരാർ നമ്മുടെ രാജ്യത്തിന്റെ ആകെ അന്തസ്സിനും അഭിമാനത്തിനും മേലെയുള്ള, സമ്പദ്ഘടനയ്ക്ക് മേലെയുള്ള വലിയ വെല്ലുവിളിയാണ് എന്ന കാര്യത്തിലും സംശയമില്ല. ഇങ്ങനെ സാർവദേശീയ രംഗത്ത് സങ്കീർണമായ ഒരു സാഹചര്യം നിൽക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് അതിന്റെ നടപടിക്രമങ്ങളിലൂടെ രാജ്യത്തിന്റെ അന്തസ്സിനെ ഇടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച അപമാനകരമായ സന്ദർഭം. ആ സന്ദർഭത്തിലാണ് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ജാഥ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പൊതുതെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങളുടെ പട്ടിക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തോളമായി കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകുന്നതിന്, ആ സംഭാവനകളെ ജനലക്ഷങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുകയുണ്ടായി. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനുൾപ്പെടെ ചെറുതും വലുതുമായ ഒട്ടേറെ മേഖലകളിൽ ജനജീവിതത്തെ മാറ്റിമറിക്കാനുതകുന്ന നിർണായകങ്ങളായ സംഭാവനകൾ LDF നൽകുകയുണ്ടായി. വിഭവ പരിമിതി പറഞ്ഞുകൊണ്ട് വികസന കാര്യങ്ങളിൽ മാറ്റി നിൽക്കുകയല്ല, മറിച്ച് 1 ലക്ഷം കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തുന്നതിന് സ്ഥാപിച്ചു. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ട് പോവുക മാത്രമല്ല, ലക്ഷക്കണക്കായ മലയാളികളെ ഒരു ഭാഗത്ത് ചേർത്ത് പിടിച്ച് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സ്ഥാപിച്ചു. ആ കാര്യത്തിൽ 62 ലക്ഷത്തോളം മനുഷ്യർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷനുകളുണ്ട്. 5 ലക്ഷത്തോളം മനുഷ്യർക്ക് കൊടുത്ത പട്ടയമുണ്ട്. 5 ലക്ഷത്തോളം വീടുകൾ വെച്ചു നൽകിയതിന്റെ, അഭിദാരിദ്ര്യം ഇല്ലാതാക്കിയതിന്റെ ഒക്കെ ഒട്ടേറെ അഭിമാനകരമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും. വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും ചേർത്തുപിടിക്കലിന്റെയും എല്ലാം ഈ സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് LDF തെളിവുകൾ നിരത്തിക്കൊണ്ട്, ഉദാഹരണ സഹിതം അത് സമർത്ഥിച്ചുകൊണ്ടാണ്, ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം LDF ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ മുഴുവൻ മലയാളികളെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്ന, ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ഈ കേരളം ഭ്രാന്താലയം എന്ന് വിളിച്ച ഒരു നാടായിരുന്നു. ആ കേരളത്തെ നവോത്ഥാന കേരളമാക്കി മാറ്റിയതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പങ്ക് അതുല്യമായ ഒരു പങ്കാണ്. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ, ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ പങ്ക് അതുല്യമാണ്. പക്ഷെ ആ കേരളത്തെ നൂറ്റാണ്ടുകൾ പുറകിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള സംഘടിതങ്ങളായ പരിശ്രമങ്ങൾ നടത്തുന്നു. ജാതിയും മതവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് രാഷ്ട്രീയത്തിന് പകരം വെക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുകയാണ്. മതമാണ് പ്രശ്നം എന്ന് ഒരു ചെറുപ്പക്കാരൻ ആഘോഷിക്കുമ്പോൾ അത് മതത്തിനു വേണ്ടിയല്ല,
തന്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണ് എന്ന് ഈ കേരളം തിരിച്ചറിയണം. അങ്ങനെ ഒരു ഭാഗത്ത് ഒരാൾ ആക്രോശിക്കുമ്പോൾ വേറൊരു ഭാഗത്ത് ഹിന്ദു വർഗീയവാദികൾ ആ സാഹചര്യം നല്ലതുപോലെ മുതലെടുക്കുന്നു. ഇങ്ങനെ ഇരു വർഗീയ ശക്തികളും പരസ്പരം കൈകോർത്തുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു. ഇത് മുൻപേത് കാലത്തെയുംകാൾ വലിയൊരു ധ്രുവീകരണം ഉള്ള സാഹചര്യം സൃഷ്ടിച്ച ഒരു ഘട്ടത്തിലാണ്. അവനെ പ്രതിരോധിക്കാൻ, അവനെ ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വെൽഫെയർ പാർട്ടിയെയും SDPയെയും ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ സഖ്യത്തിന് അത് സാധിക്കില്ല. BJPക്ക് അത് സാധിക്കില്ല. UDFന് സാധിക്കില്ല. ഈ സാഹചര്യത്തെ മറികടക്കാൻ, ഈ നേട്ടങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, കേരളത്തെ കേരളമാക്കി നിലനിർത്താൻ LDFന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ രാഷ്ട്രീയം LDFനെ സ്നേഹിക്കുന്നവർ ഉൾക്കൊള്ളണം, സഹായിക്കുന്നവർ ഉൾക്കൊള്ളണം, LDFനോട് രാഷ്ട്രീയമായ വിമർശനങ്ങളോട് ഉൾക്കൊള്ളണം.